ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ വിഷ്ണുരാജ്. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് ഫോർ ദി ഇയർ 2023. ഓക്കെ, അപ്പോൾ നമ്മുടെ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പ്രഖ്യാപിച്ച ദിവസമാണ് 2025 ഓഗസ്റ്റ് 1. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ഇവിടെ 2024 വരേണ്ടത്. കാരണം നമ്മൾ 2025 പ്രഖ്യാപിക്കുന്നത് എപ്പോഴും തൊട്ട് മുൻ വർഷത്തെ അവാർഡായിരിക്കും. പക്ഷേ നമ്മുടെ കോവിഡ് സമയത്ത് ആ വർഷം ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷം ഗ്യാപ്പിൽ പോകേണ്ട കാര്യം ഇപ്പോൾ 2 വർഷം ഗ്യാപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരാൻ കാരണം. അപ്പോൾ 2023 പുറത്തിറങ്ങിയ സിനിമകൾക്കുള്ള ദേശീയ അവാർഡാണ് 2025 പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ അതാണ് 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് ഫോർ ദി ഇയർ 2023. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ദേശീയ ഫിലിം അവാർഡ്സ് 2 രീതിയിലാണ് കൊടുക്കുന്നത്. ഫീച്ചർ വിഭാഗവും നോൺ ഫീച്ചർ വിഭാഗവും. ഓക്കെ, അപ്പോൾ നമ്മുടെ PSC പരീക്ഷകൾക്ക് കൂടുതലും ചോദിക്കുന്നത് നമ്മളുടെ ഫീച്ചർ ഫിലിംസ് ആയിരിക്കും. PSCയിൽ അങ്ങനെ ഫീച്ചർ എന്ന വാക്ക് പോലും ചേർക്കാറില്ല. അല്ലാതെ മികച്ച സിനിമ ഏത്, മികച്ച നടനാരെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ദേശീയ അവാർഡ് കൊടുക്കുമ്പോൾ എന്താണ് ഫീച്ചർ ഫിലിം എന്നും നോൺ ഫീച്ചർ ഫിലിം എന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ PSCയിൽ അങ്ങനെ ചോദിക്കാറില്ല. PSCയിൽ ഫീച്ചർ ഫിലിംസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ അങ്ങനെ പേര് ചേർക്കത്തുമില്ല. ജസ്റ്റ് മികച്ച സിനിമ ഏത് അങ്ങനെ ചോദിച്ചാണ് പോകാറാണ് പതിവ്. പക്ഷേ നമ്മുടെ സെൻട്രൽ എക്സാമിനേഷൻസിനൊക്കെ അവർ കൃത്യമായിട്ട് ഫീച്ചർ ഫിലിം നോൺ ഫീച്ചർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പോൾ മികച്ച നടൻ. ഓക്കെ, അപ്പോൾ മികച്ച നടനുള്ള ദേശീയ അവാർഡ് 2 പേർക്ക് കിട്ടി. മികച്ച നടനുള്ള ദേശീയ അവാർഡ് 2 പേർക്ക് കിട്ടി. ഷാരൂഖ് ഖാൻ, ജവാൻ. ഓക്കെ, അപ്പോൾ ഷാരൂഖ് ഖാന്റെ ആദ്യത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഷാരൂഖ് ഖാന്റെ ആദ്യത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ്. അപ്പോൾ ഷാരൂഖ് ഖാൻ വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹം 40 വർഷത്തിന് മുകളിലായി സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ സിനിമയാണ് ജവാൻ. ഓക്കെ, അടുത്തതാണ് വിക്രാന്ത് മാസി, 12th ഫെയിൽ. അപ്പോൾ 2 പേർക്കാണ് നമ്മുടെ 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത്. ഷാരൂഖ് ഖാൻ, ജവാൻ, വിക്രാന്ത് മാസി, 12th ഫെയിൽ. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. 2 പ്രധാനപ്പെട്ടതാണ്, ചോദിക്കും. അടുത്തത് മികച്ച നടി റാണി മുഖർജി. മികച്ച നടിയാണ് റാണി മുഖർജി. ഓക്കെ, സിനിമയാണ് മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ. ഇനി മികച്ച സിനിമ. ഓക്കെ, മികച്ച സിനിമ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മികച്ച സിനിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ സിനിമ എന്ന് പറയുന്നത് 12th ഫെയിൽ ആണ്. ഓക്കെ, ഹിന്ദി ഭാഷയിലെ സിനിമയാണ്. സംവിധാനം ചെയ്ത് വിധു വിനോദ് ചോപ്ര. അപ്പോൾ നമ്മുടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർക്കെല്ലാം മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് 12th ഫെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഉദ്യോഗാർത്ഥി തൻ്റെ ജോലിയൊക്കെ ചെയ്ത് തൻ്റെ കഷ്ടപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ നിന്നും അദ്ദേഹം IPS നേടുന്നതാണ് ആ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് മോഡലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണത്. അപ്പോൾ സിനിമയ്ക്കാണ് ദേശീയ അവാർഡ് കിട്ടിയത്. അപ്പോൾ മികച്ച സിനിമ 12th ഫെയിൽ. ഓക്കെ, സംവിധാനം ചെയ്തു വിധു വിനോദ് ചോപ്ര. ഇനി മികച്ച സംവിധാനം സുദീപ് തോസൻ. ഓക്കെ, മികച്ച സംവിധാനം ദേശീയ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് സുദീപ് തോസൻ. സിനിമയാണ് കേരള സ്റ്റോറി. ഹിന്ദി ഭാഷയിലെ സിനിമയാണ്. അപ്പോൾ വിവാദ സിനിമ ആയതുകൊണ്ട് തന്നെ ചോദിക്കും. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം ഇറങ്ങി, അത് വിവാദമായി. ഓക്കെ, അപ്പോൾ കേരള സ്റ്റോറി വലിയ വിവാദമായ സിനിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്ത ആൾക്കാണ് മികച്ച സംവിധാനത്തിനുള്ള ദേശീയ അവാർഡ് കിട്ടിയത്. ആളുടെ പേരാണ് സുദീപ് തോസൻ. അപ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് 2 ദേശീയ അവാർഡ് കിട്ടി. ഒന്ന് സംവിധാനത്തിനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് ഛായാഗ്രഹണം. ഇംഗ്ലീഷാണ് സിനിമാറ്റോഗ്രാഫി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാമറ. ഓക്കെ, അപ്പോൾ മികച്ച ഛായാഗ്രഹകൻ, സിനിമാറ്റോഗ്രാഫി, ക്യാമറ വർക്ക് ദേശീയ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് പ്രശാന്തനു മഹാപാത്ര. ഓക്കെ, ദേശീയ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് പ്രശാന്തനു മഹാപാത്ര. ഓക്കെ, ഇനി സിനിമയാണ് കേരള സ്റ്റോറി. ഓക്കെ, സിനിമയാണ് കേരള സ്റ്റോറി, ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന വിവാദ സിനിമയ്ക്ക് 2 ദേശീയ അവാർഡ് കിട്ടി, മികച്ച സംവിധാനവും മികച്ച ഛായാഗ്രഹണവും. അടുത്തതാണ് മികച്ച നവാഗത സംവിധായകൻ. അതായത് ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്യുന്ന ആൾ. ഓക്കെ, അപ്പോൾ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് ആശിഷ് ബെൻഡെ. ഓക്കെ, അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് ആശിഷ് ബെൻഡെ. സിനിമയാണ് ആത്മാ പാംഫ്ലെറ്റ്, മറാത്തി സിനിമയാണ്. ഓക്കെ, ഇനി മികച്ച ജനപ്രിയ സിനിമയാണ് റോക്കി ഓർ റാണി കി പ്രേം കഹാനി. ഹിന്ദി സിനിമയാണ്. സംവിധാനം കരൺ ജോഹർ. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ്, ചോദിക്കാൻ ചാൻസുള്ള കാറ്റഗറിയാണ് ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച സിനിമ. ഓക്കെ, ഒന്നുകൂടി പറയുകയാണ്, ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മികച്ച സിനിമയാണ് സാം ബഹദൂർ.
ഹിന്ദി ഭാഷയിലെ സിനിമയാണ്. സംവിധാനം ചെയ്ത് മേഘ്ന ഗുൽസാർ. അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കും, ഏത് വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയാണ് സാം ബഹദൂർ? മുൻ കരസേനാ മേധാവി സാം മനേക്ഷായുടെ ജീവിതത്തെ ആസ്പദമാക്കി. മുൻ കരസേനാ മേധാവി സാം മനേക്ഷായുടെ ജീവിതത്തെ ആസ്പദമാക്കി. സാം മനേക്ഷ മുൻ കരസേനാ മേധാവിയാണ്. നമ്മുടെ ഇന്ത്യയിൽ 2 പേർക്കാണ് ഫീൽഡ് മാർഷൽ സ്ഥാനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഫീൽഡ് മാർഷൽ സ്ഥാനം. ഓക്കെ, അപ്പോൾ 2 പേർക്കാണ് ഫീൽഡ് മാർഷൽ സ്ഥാനം കിട്ടിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ സാം മനേക്ഷയാണ്, ആദ്യമായിട്ട് കിട്ടുന്നത് സാം മനേക്ഷയ്ക്കാണ്. ഓക്കെ, അപ്പോൾ സാം മനേക്ഷയ്ക്ക് ഫീൽഡ് മാർഷൽ സ്ഥാനം ലഭിച്ച വർഷമാണ് 1973. രണ്ടാമത്തത് കരിയപ്പ. രണ്ടാമത് ഫീൽഡ് മാർഷൽ സ്ഥാനം കിട്ടിയ ആളുടെ പേരാണ് കരിയപ്പ, 1986. ഓക്കെ, ഫീൽഡ് മാർഷൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. ഓക്കെ, സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച സേവനം കാഴ്ചവെച്ച ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിൽ 2 പേർക്ക് അത് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സാം മനേക്ഷ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ നമ്മുടെ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു 71 വരെ. ഓക്കെ, അപ്പോൾ 71 അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാവുകയും പാകിസ്ഥാൻ സൈന്യം ബംഗ്ലാദേശിലെത്തി ബംഗ്ലാദേശികളെ വലിയ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നമ്മുടെ ഇന്ത്യൻ പട്ടാളം ഇറങ്ങി പാകിസ്ഥാൻ പട്ടാളത്തെ പരാജയപ്പെടുത്തി, എന്നിട്ട് ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റി. അപ്പോൾ ആ യുദ്ധം അറിയപ്പെടുന്ന പേരാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധം 71. അതിൽ പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്താൻ മേൽനോട്ടം വഹിച്ച സൈനിക മേധാവിയായിരുന്നു നമ്മുടെ സാം മനേക്ഷ. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ ചോദിക്കും, ആരാണ് സാം മനേക്ഷയെ വേഷമിട്ടത്? ഓക്കെ, ആരാണ് സാം മനേക്ഷയെ വേഷമിട്ടത്? വിക്കി കൗശൽ. ഓക്കെ, സാം മനേക്ഷയായിട്ട് വേഷമിട്ട ആളുടെ പേരാണ് വിക്കി കൗശൽ. ഇനി മികച്ച കുട്ടികളുടെ സിനിമ നാൾ 2 മറാത്തി സിനിമയാണ്. അപ്പോൾ മികച്ച കുട്ടികളുടെ സിനിമയാണ് നാൾ 2 മറാത്തി സിനിമയാണ്. സംവിധാനം ചെയ്ത് സുധാകർ റെഡ്ഡി യക്കന്തി. അപ്പോൾ ചോദിക്കും, മികച്ച കുട്ടികളുടെ സിനിമ ഏത്? നാൾ 2 മറാത്തി സിനിമയാണ്. സംവിധാനം ചെയ്ത ആളുടെ പേരാണ് സുധാകർ റെഡ്ഡി യക്കന്തി. ഓക്കെ, ഇനി ബെസ്റ്റ് ഫിലിം ഇൻ AVGC ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്. ഓക്കെ, ബെസ്റ്റ് ഫിലിം ഇൻ AVGC. ഓക്കെ, ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്. ഓക്കെ, സിനിമയാണ് ഹനുമാൻ. തെലുങ്ക് ഭാഷയിലെ സിനിമയാണ്. സംവിധാനം ചെയ്ത് പ്രശാന്ത് വർമ്മ. ഹനുമാൻ തെലുങ്ക് ഭാഷയിലെ സിനിമയാണ്. സംവിധാനം ചെയ്ത് പ്രശാന്ത് വർമ്മ. ഓക്കെ, ഇനി മികച്ച സഹനടി ഉർവശി സിനിമയാണ് ഉള്ളൊഴുക്ക്. അപ്പോൾ മികച്ച സഹനടി ഉർവശി സിനിമയാണ് ഉള്ളൊഴുക്ക്. ഓക്കെ, ഇനി മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് 2 പേർക്ക് കിട്ടി. ഒന്ന് ഉർവശി, ഉള്ളൊഴുക്ക്, മലയാളിയാണ്. അടുത്തത് ജാനകി ബോഡിവാല, വശ്, ഗുജറാത്തി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് ഉർവശിക്കൊപ്പം പങ്കിട്ട വ്യക്തി ആര്? ജാനകി ബോഡിവാല. ഓക്കെ, വശ്, ഗുജറാത്തി. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് 2 പേർക്ക് കിട്ടി. അതിൽ ഒരാൾ മലയാളിയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ, മലയാളികൾക്ക് ദേശീയ അവാർഡ് കിട്ടിയത് PS ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഉർവശി സിനിമ ഉള്ളൊഴുക്ക്, അടുത്തത് ജാനകി ബോഡിവാല സിനിമ വശ്, ഗുജറാത്തി. ഓക്കെ, മികച്ച സഹനടി. ഇനി മികച്ച സഹനടൻ 2 പേർക്ക് ദേശീയ അവാർഡ് കിട്ടി. ഒരാൾ മലയാളിയാണ്, വിജയരാഘവൻ, പൂക്കാലം. അടുത്തത് മുതുപ്പേട്ടൈ സോമു ഭാസ്കർ, പാർക്കിംഗ്, തമിഴ്. ഓക്കെ, അപ്പോൾ 2 പേർക്കാണ് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത്. അതിലൊരാൾ മലയാളിയാണ്. അപ്പോൾ ചോദിക്കും, 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച മലയാളി ആര്? വിജയരാഘവൻ. ഓക്കെ, അടുത്തത് മികച്ച മലയാള സിനിമ. അപ്പോൾ എല്ലാ നാഷണൽ ഫിലിം അവാർഡ്സിലും പ്രാദേശിക ഭാഷകൾക്കുള്ള അവാർഡും കൊടുക്കാറുണ്ട്. മികച്ച മലയാള സിനിമ, മികച്ച തമിഴ് സിനിമ, മികച്ച തെലുങ്ക് സിനിമ, മികച്ച ബംഗാളി സിനിമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവാർഡുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് PS മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ് ഉള്ളൊഴുക്ക്. അപ്പോൾ മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ് ഉള്ളൊഴുക്ക്. സംവിധാനം ചെയ്ത് ക്രിസ്റ്റോ ടോമി. സംവിധാനം ചെയ്ത് ക്രിസ്റ്റോ ടോമി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി
മികച്ച ഗായകൻ. ഓക്കെ, മികച്ച ഗായകനാണ് PVNS രോഹിത്. മികച്ച ഗായകനാണ് PVNS രോഹിത്. സിനിമയാണ് പ്രേമിസ്തുന്ന, പാട്ടാണ് പ്രേമിസ്തുന്ന, സിനിമയാണ് ബേബി. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, മികച്ച ഗായകൻ PVNS രോഹിത്, അദ്ദേഹത്തിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത പാട്ടാണ് പ്രേമിസ്തുന്ന, സിനിമയാണ് ബേബി. ഓക്കെ, തെലുങ്ക് ഭാഷയിലെ സിനിമയാണ്. ഇനി മികച്ച ഗായിക ശില്പ റാവു. മികച്ച ഗായിക ശില്പ റാവു. ഓക്കെ, പാട്ടാണ് ചലിയ, സിനിമയാണ് ജവാൻ. അപ്പോൾ മികച്ച ഗായിക ശില്പ റാവു, ദേശീയ അവാർഡ് നേടിക്കൊടുത്ത പാട്ടാണ് ചലിയ. ഓക്കെ, ഇനി സിനിമയാണ് ജവാൻ. ഇനി കുറച്ച് മലയാളികളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ദേശീയ അവാർഡ് ലഭിച്ച മലയാളികളെ പറ്റി PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ്സ് പഠിക്കുമ്പോൾ മലയാളികളെ പ്രത്യേകമായിട്ട് പഠിക്കണം. കാരണം ആർക്കൊക്കെയാണോ ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളത് അതൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ മികച്ച സൗണ്ട് ഡിസൈൻ മലയാളമാണ് ശബ്ദ രൂപകൽപ്പന. മലയാളമാണ് ശബ്ദ രൂപകൽപ്പന. ശബ്ദ രൂപകൽപ്പന. ഓക്കെ, അപ്പോൾ ദേശീയ അവാർഡ് കിട്ടിയ 2 മലയാളികൾക്കാണ് സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ. അപ്പോൾ നമ്മുടെ മികച്ച ശബ്ദ രൂപകൽപ്പനയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയത് 2 മലയാളികൾക്കാണ്, സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ. സിനിമയാണ് അനിമൽ, ഹിന്ദി. ഓക്കെ, ഇനി അടുത്തതും ശബ്ദവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ ഒരൊറ്റ ആൾക്ക് മാത്രമേ പ്രത്യേക പരാമർശം കിട്ടിയിട്ടുള്ളൂ. അതാണ് എൻ്റെ പ്രത്യേകത. ഒന്നുകൂടി പറയുകയാണ്, 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ ഒരൊറ്റ ആൾക്ക് മാത്രമേ പ്രത്യേക പരാമർശം കിട്ടിയിട്ടുള്ളൂ. ആളുടെ പേരാണ് MR രാജകൃഷ്ണൻ. ഓക്കെ, പ്രത്യേക പരാമർശം MR രാജകൃഷ്ണൻ. ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയ്ക്കാണ് പ്രത്യേക പരാമർശം കിട്ടിയത്. കാറ്റഗറിയാണ് റീ റെക്കോർഡിംഗ് മിക്സർ. കാറ്റഗറിയാണ് റീ റെക്കോർഡിംഗ് മിക്സർ. സിനിമയാണ് അനിമൽ, ഹിന്ദി ഭാഷയിലെ സിനിമ. ഒന്ന് പറയുകയാണ്, മികച്ച പ്രത്യേക പരാമർശം 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ പ്രത്യേക സ്പെഷ്യൽ മെൻഷൻ. ഓക്കെ, പ്രത്യേക പരാമർശം കിട്ടിയ ആളുടെ പേരാണ് MR രാജകൃഷ്ണൻ. ഓക്കെ, കാറ്റഗറിയാണ് റീ റെക്കോർഡിംഗ് മിക്സർ. ഓക്കെ, റീ റെക്കോർഡിംഗ് മിക്സർ. ഓക്കെ, അപ്പോൾ സിനിമയാണ് അനിമൽ. ഇനി മികച്ച എഡിറ്റിംഗ്, വീണ്ടും മലയാളിക്ക് ദേശീയ അവാർഡ്. ഓക്കെ, അപ്പോൾ മികച്ച എഡിറ്റിംഗ് മലയാളിക്കാണ് ദേശീയ അവാർഡ് കിട്ടിയത്. ആളുടെ പേരാണ് മിഥുൻ മുരളി. ഇപ്പം മികച്ച എഡിറ്റിംഗ് മലയാളിക്ക് ദേശീയ അവാർഡ് കിട്ടി. ആളുടെ പേരാണ് മിഥുൻ മുരളി. സിനിമയാണ് പൂക്കാലം. ഓക്കെ, ഇനി മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മലയാളമാണ് കലാസംവിധാനം. ഓക്കെ, ആളുടെ പേരാണ് മോഹൻദാസ്. സിനിമയാണ് 2018 എവരിവൺ ഈസ് എ ഹീറോ, മലയാള സിനിമയാണ്. അപ്പോൾ വീണ്ടും മലയാളികൾക്ക് ദേശീയ അവാർഡ്. ഓക്കെ, ഇനി മികച്ച സംഗീത സംവിധാനം GV പ്രകാശ് കുമാർ. അപ്പോൾ മികച്ച സംഗീത സംവിധാനം GV പ്രകാശ് കുമാർ. ഓക്കെ, തമിഴ് ഭാഷയിലെ സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്. സിനിമയാണ് വാത്തി. ഓക്കെ, ഇനി മികച്ച പശ്ചാത്തല സംഗീതം. ഓക്കെ, ഹർഷവർദ്ധൻ രാമേശ്വർ. ഓക്കെ, അപ്പോൾ മികച്ച പശ്ചാത്തല സംഗീതമാണ് ഹർഷവർദ്ധൻ രാമേശ്വർ. ഓക്കെ, സിനിമയാണ് അനിമൽ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ദേശീയ ഫിലിം അവാർഡ്സ് 2 കാറ്റഗറിക്കാണ് കൊടുക്കുന്നത്, ഫീച്ചർ ഫിലിംസും നോൺ ഫീച്ചർ ഫിലിംസും. ഓക്കെ, അപ്പോൾ നോൺ ഫീച്ചർ ഫിലിംസ് അങ്ങനെ PSCക്ക് ചോദിക്കാറില്ല. എന്നാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാത്രം നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മികച്ച നോൺ ഫീച്ചർ സിനിമ. ഓക്കെ, മികച്ച നോൺ ഫീച്ചർ സിനിമ. ഓക്കെ, ഫ്ലവറിംഗ് മാൻ. ഓക്കെ, മികച്ച നോൺ ഫീച്ചർ സിനിമയാണ് ഫ്ലവറിംഗ് മാൻ. ഓക്കെ, സംവിധാനം ചെയ്ത് സൗമിജിത് ഘോഷ്. സംവിധാനം ചെയ്ത് സൗമിജിത് ഘോഷ് ദസ്തിദാർ. അപ്പോൾ മികച്ച നോൺ ഫീച്ചർ ഫിലിം ഫ്ലവറിംഗ് മാൻ, ഹിന്ദി ഭാഷയിലെ സിനിമയാണ്. ഓക്കെ, ഇനി സംവിധാനം ചെയ്ത് സൗമിജിത് ഘോഷ് ദസ്തിദാർ. അപ്പോൾ നമ്മുടെ അവാർഡ് നിർണയ കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് ജൂറി. ഓക്കെ, അപ്പോൾ നമ്മുടെ നോൺ ഫീച്ചർ ഫിലിംസിനും ഫീച്ചർ ഫിലിംസിനും പ്രത്യേകം ജൂറി ചെയർമാൻമാരുണ്ട്. ഓക്കെ, അപ്പോൾ ഫീച്ചർ ഫിലിം ജൂറി ചെയർമാൻ. ഓക്കെ, ഫീച്ചർ ഫിലിം ജൂറി ചെയർമാനാണ് അശുതോഷ് ഗോവരിക്കർ. ഓക്കെ, ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സൺ ആണ് അശുതോഷ് ഗോവരിക്കർ. ഓക്കെ, നമ്മുടെ ലഗാൻ, വളരെ പ്രശസ്തമായ ഹിന്ദി സിനിമയാണ് ലഗാൻ. അതൊക്കെ സംവിധാനം ചെയ്ത് ജോധ അക്ബർ ഒക്കെ സംവിധാനം ചെയ്ത ആളാണ് അശുതോഷ് ഗോവരിക്കർ. ഓക്കെ, അപ്പോൾ മികച്ച നമ്മുടെ ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സൺ അശുതോഷ് ഗോവരിക്കർ. അപ്പോൾ ഇവരാണ് നമുക്കറിയാം കേന്ദ്ര സർക്കാർ പത്രത്തിൽ പരസ്യം കൊടുക്കും. 2023 പുറത്തിറങ്ങിയ സിനിമകൾക്ക് ദേശീയ അവാർഡിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയച്ചു തരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സിനിമാ പ്രവർത്തകരെല്ലാം സിനിമകൾ അയച്ചു കൊടുക്കും. അപ്പോൾ ആ സിനിമകൾ കണ്ടിരുന്നിട്ട് അതിന് മാർക്ക് ഇട്ടിട്ട് അവാർഡ് കൊടുക്കുന്ന ആ കമ്മിറ്റിയുടെ ചെയർമാനാണ് ജൂറി ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഫീച്ചർ ഫിലിം ജൂറി ചെയർമാനാണ് അശുതോഷ് ഗോവരിക്കർ. ഇനി നോൺ ഫീച്ചർ ജൂറി ചെയർപേഴ്സൺ. നോൺ ഫീച്ചർ ജൂറി ചെയർപേഴ്സൺ. ഓക്കെ, P ശേഷാദ്രി. ഓക്കെ, അപ്പോൾ നോൺ ഫീച്ചർ ജൂറി ചെയർപേഴ്സൺ ആണ് P ശേഷാദ്രി, കന്നഡ സംവിധായകനാണ്. അപ്പോൾ നമ്മളുടെ നാഷണൽ ഫിലിം അവാർഡ്സ് പ്രഖ്യാപിച്ചു. ഇത് ഒരു ദിവസം കൊടുക്കും. ഓക്കെ, സമ്മാനമായിട്ട് കൊടുക്കും. അതേ വേദിയിൽ വെച്ച് തന്നെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അവാർഡാണ്
ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ ഏത് ദിവസമാണോ ദേശീയ ചലച്ചിത്ര പുരസ്കാരം സമ്മാനിക്കുന്നത് അതേ ദിവസം നൽകുന്ന മറ്റൊരു അവാർഡാണ് നമ്മുടെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. അതേ വേദിയിലാണ് ഈ അവാർഡും കൊടുക്കുന്നത്. കാരണം അങ്ങനെ കൊടുക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ സിനിമാ മേഖലയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. അതാണ് അത് അങ്ങനെ കൊടുക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2023. ഓക്കെ, 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2023 ഒരു മലയാളിക്കാണ് ലഭിച്ചത്. മലയാളത്തിന് അഭിമാനമായിട്ടുള്ള ലാലേട്ടൻ. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, മലയാളിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് മലയാളിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അതിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2023 ലഭിച്ച ആളുടെ പേരാണ് മോഹൻലാൽ. ഓക്കെ, ലഭിച്ച ആളുടെ പേരാണ് മോഹൻലാൽ. അപ്പോൾ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ മലയാളിയാണ്. ഇനി അവാർഡ് ലഭിച്ച ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ, പ്രശസ്ത സംവിധായകനാണ്. 2004 അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഇനി സമ്മാന തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന്റെ സമ്മാന തുക എത്ര? 15 ലക്ഷം രൂപ. ഓക്കെ, ഇനി തൊട്ട് മുൻവർഷം കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2022 മിഥുൻ ചക്രവർത്തി, ബംഗാളി ഹിന്ദി ഭാഷയിലെ നടനാണ്. ഓക്കെ, ഇനി ഈ അവാർഡിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സിനിമാ മേഖലയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. ഓക്കെ, സിനിമാ മേഖലയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ആജീവനാന്ത സംഭാവനയ്ക്ക് നൽകുന്നു. അതായത് ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചതിനല്ല, ഇത്രയും നാളും അവർ സിനിമാ ലോകത്ത് നൽകിയ സംഭാവനകളെ ബഹുമാനിച്ചാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. ഓക്കെ, ഇനി അവാർഡ് ഏർപ്പെടുത്തിയ വർഷമാണ് 69. ഓക്കെ, 1969 മുതലാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ആദ്യത്തെ ജേതാവാണ് ദേവിക റാണി. ക്ലിയർ ആണല്ലോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അവാർഡാണ്. അത്രയും പോയിന്റ്സുകൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ്സും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പല ആൾക്കാരും നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്, പക്ഷേ പല ആൾക്കാരും നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ്, ഏറ്റവും പുതിയ മാറ്റങ്ങൾ എല്ലാം നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് അറിയാൻ പറ്റും. മാത്രമല്ല മികച്ച ക്ലാസ്സുകൾ, ഓക്കെ, ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വളരെ മികച്ച ആപ്പാണ്, വളരെ മികച്ച ഇൻ്റർഫേസ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, മാത്രമല്ല നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതൊരു ഗുഡ് ബൈ.